നമ്മൾ വഴി നമ്മുടെ ഏതെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരുടെയെങ്കിലും വിശ്വാസാനുഭവത്തിന് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ, നമ്മൾ വഴി ആരെങ്കിലും പള്ളിയിൽ പോവാതിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇപ്രകാരമുള്ള വിശ്വാസാനുഭവത്തിൽ ഭാരമുണ്ടെങ്കിൽ, ഇപ്പോൾ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നടക്കുന്ന തിരുസഭയിലെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുപ്പിച്ച് വർത്തമാനം പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെയാണ്, ഇവരൊക്കെ ഇങ്ങനെയാണ്, പള്ളിയിൽ പോയിട്ട് കാര്യമില്ലെന്ന് നീ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ അച്ഛൻ ഇങ്ങനെയാണ്, ആ കന്യാസ്ത്രീ ഇങ്ങനെയാണ്, ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൻ ഇങ്ങനെയാണ്, ആ ധ്യാന കേന്ദ്രം ഇങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ മൂലം ആരെങ്കിലും പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് ഇടവ് വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ളവരുണ്ടാവും. നമ്മുടെ സംഭാഷണം വഴി ആരെയെങ്കിലും നമ്മൾ വിധിച്ച് മാറ്റി നിർത്തി ഒരഭിഷേകം കുറയുന്ന തരത്തിലുള്ള ഭാരപ്പെട്ട അനുഭവത്തിലേക്ക് പോയിട്ടുണ്ടോ? യേശുവേ, യേശുവേ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ അനുഭവത്തിൽ ഞാൻ പാലിക്കേണ്ട ജാഗ്രത പാലിക്കാതിരുന്നത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭാരമായി മാറിയിട്ടുണ്ട്. കർത്താവെ, ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ മേഖലയിൽ സമർപ്പിക്കണം. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്ത ബോധം, പൗരോഹിത്യ ശുശ്രൂഷ അത് കൊടുക്കാതിരുന്നത്, വിശ്വാസ അനുഭവത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറാതിരുന്നത്, കർത്താവെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളും ചിന്തിക്കുക. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിനക്ക് വീഴ്ചകൾ വന്നോ? ഒരു മകൾ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ നിനക്ക് വീഴ്ചകൾ വന്നോ? നമ്മളെ കണ്ടാണ് പലരും പഠിക്കുന്നത്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഈശോയെ, കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, വിശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കൽ കൂടെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഒരല്പസമയം നമ്മളൊന്ന് സ്തുതിക്കുന്ന സമയമാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. എല്ലാവരും ഹൃദയം തുറന്ന് സ്തുതിക്കണം. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ, എല്ലാ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കൃപയ്ക്ക് മേൽ കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.